ഒരു ഡോക്ടർ ഉണ്ടായി. ആ ഡോക്ടർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ ജീവൻ അത്ര നേരം പിടിച്ചിരുന്നത്. ആ സീരിയസ്നെസ് ആ ഡോക്ടർ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കി, ആ ഡ്രൈവർ ആൾക്കാരോടൊക്കെ പറഞ്ഞു. അവരൊരു യാതൊരു രീതിയിൽ കോപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാട് ഉണ്ടായില്ല ആ സമയത്ത്, അങ്ങനെയാണോ? ഇല്ല. അവർക്ക് വടക്കാഞ്ചേരി സ്റ്റോപ്പുണ്ട്, ഒരു സ്റ്റേഷനുണ്ട്. അവിടെ അവർക്ക് നിർത്തിച്ചിട്ട് ആംബുലൻസ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് അവിടെ നിന്നൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അതിന് ശേഷം പറയുന്നത് തൃശ്ശൂർ അത് ആ ഏരിയയിൽ അവിടെ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അരമണിക്കൂർ സമയം ഡീൽ എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആംബുലൻസ് അത് വിളിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മിനിറ്റ് വേണം അവിടെ നിന്ന് ഇവിടേക്ക് എത്താൻ? എത്തിയിട്ടില്ല, ചെയ്തിട്ടില്ല. അവർ ചെയ്തിരുന്നെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയിരുന്നതാണ്. അന്വേഷണം നടക്കണമെന്ന് വെച്ചാൽ ഈ റെയിൽവേ അധികൃതർ ഒരു രീതിയിലും സപ്പോർട്ടിങ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ആംബുലൻസ് റെഡി ആക്കുന്നൊക്കെ പറയുന്നുണ്ട് അവർ. നമ്മൾ അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആംബുലൻസ് ഒക്കെ റെഡിയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. തൃശ്ശൂർ റെഡി ആയിട്ട് എല്ലാ സജ്ജീകരണം ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞു. മുളകുന്തുന്നിട്ട് ആ സ്റ്റേഷനിലാണ് അവരിറക്കിയത്. ഈ തൃശ്ശൂർ സജ്ജീകരണങ്ങൾ ചെയ്തെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് വേണ്ട ഈ പറഞ്ഞ മുളകുന്നതുകാവ് ആശുപത്രിക്ക് ഈ സ്റ്റേഷനിലേക്ക് 10 മിനിറ്റ് എടുക്കുന്നതിന് പകരം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ വന്നത്. അവരത് നല്ല രീതിയിൽ ഈ ആംബുലൻസും കാര്യങ്ങളും ഒരു ഇതൊന്നും തന്നെ സജ്ജമാക്കിയിട്ടുണ്ടായില്ല. ഈ തൃശ്ശൂർ സജ്ജമാക്കിയിട്ടെന്ന് പറഞ്ഞ സംഭവം മുളകുന്നതുകാർക്ക് അവർ സജ്ജമാക്കായിരുന്നു. അവർക്ക് ഇൻഫോമും കാര്യങ്ങളൊക്കെ ഓരോ സെക്കൻഡിൽ ഇൻഫോം ചെയ്തുകൊണ്ട് ഓരോ സ്റ്റേഷനിലേക്കും ഈ ആൾക്കാരിങ്ങനെ ഇൻഫോം ചെയ്തു എന്നൊക്കെ പറയുന്നു. നമുക്കത് അറിയില്ല, കറക്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് തന്നെ അറിയില്ല. പിന്നെന്ന് വെച്ചാൽ ഈ ഷൊർണൂർ ഭാഗത്തുനിന്ന് അവരെ വയ്യാണ്ടായിട്ട് ഈ ഭാഗത്ത് ആ ട്രെയിനുണ്ടായ യാത്രക്കാരാണ് ഈ TTRും കാര്യങ്ങളൊക്കെയും പറഞ്ഞത്. പിന്നെ കല്യാണമാക്കി അവൻ്റെ വുഡ്ബി ഉണ്ടായിരുന്നു കൂടെ. അവൾ നല്ല രീതിയിൽ ആൾക്കാരോട് പറയുകയും ചെയ്തു എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൽ ഒരു ഡോക്ടർ ഉണ്ടായി. ആ ഡോക്ടർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ ജീവൻ അത്ര നേരം പിടിച്ചിരുന്നത്. ആ സീരിയസ്നെസ് ആ ഡോക്ടർ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കി, ആ ഡ്രൈവർ ആൾക്കാരോടൊക്കെ പറഞ്ഞു. അവരൊരു യാതൊരു രീതിയിൽ കോപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാട് ഉണ്ടായില്ല ആ സമയത്ത്, അങ്ങനെയാണോ? ഇല്ല. അവർക്ക് വടക്കാഞ്ചേരി സ്റ്റോപ്പുണ്ട്, ഒരു സ്റ്റേഷനുണ്ട്. അവിടെ അവർക്ക് നിർത്തിച്ചിട്ട് ആംബുലൻസ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് അവിടെ നിന്നൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അതിന് ശേഷം പറയുന്നത് തൃശ്ശൂർ അത് ആ ഏരിയയിൽ അവിടെ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അരമണിക്കൂർ സമയം ഡീൽ എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആംബുലൻസ് അത് വിളിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മിനിറ്റ് വേണം അവിടെ നിന്ന് ഇവിടേക്ക് എത്താൻ? എത്തിയിട്ടില്ല, ചെയ്തിട്ടില്ല. അവർ ചെയ്തിരുന്നെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയിരുന്നതാണ്.